അങ്ങനെ നമ്മ ആദ്യം ഇട്ട ഈ വലവീശൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, കുറച്ച് വീഡിയോ കൂടി ഇതിനകത്ത് ഇടാണ്ടെന്ന്. വീഡിയോ ലോങ് ആയതിൻ്റെ പേരിൽ നമ്മ സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതേ ചേട്ടനപ്പം മീന പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. നാരഞ്ചമ്മീൻ്റെ സീസണാണെന്ന് തോന്നുന്നു. നാരഞ്ചമ്മീനാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ചിലപ്പോൾ ഈ വിലയുടെ പ്രത്യേകതയായിരിക്കാം, ഓരോ വിലക്ക് ഓരോ മീൻ എന്നുള്ള രീതിയിലൊക്കെ കിട്ടണം എന്ന് അച്ഛനും പറഞ്ഞല്ലോ ആദ്യം. എന്തായാലും ഇതിനകത്ത് നാരഞ്ചമ്മീനും തെള്ളിച്ചമ്മീനൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. വേറെ എന്തൊക്കെ മീൻ കിട്ടുമോ നമുക്ക് നോക്കാം. ഒരു ചെറിയ മീനുണ്ടല്ലോ, മണങ്ങ. അത് മണങ്ങാണ്. ചള്ളേ. നല്ല കാറ്റാണ്ട് ഇവിടെ. നല്ല കാറ്റായതുകൊണ്ട് തന്നെ വെയിലിന്റെ ആ ഒരു ക്ഷീണം നമുക്ക് കൊറേ അറിയൂല. നടന്നു എന്നാലും നല്ല വെയിലുണ്ട്, എന്നാലും നല്ല കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചൊരു ആശ്വാസം. എല്ലാ ദിവസവും വരും. ആ, വല എത്ര മണിക്കാണ് നീട്ടാൻ പോണത്? ആ ട്രാവലറല്ലേ? ഏതാണ്? ആ ഇപ്പൊ കയറിയാക്കണത്. ഞാൻ അകന്ന് നോക്കിയാ പെട്ടെന്ന് നന്ദനാന്ന് വിചാരിച്ച്. ഇതാണോ? പിന്നെ ഇത് കരിങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനമുണ്ട്. ഇത് വലുതാവും. ഇത് വലുതായി കഴിഞ്ഞാലേ ഇതിന് കട്ടളകും. അപ്പൊ കയ്പ്പ് രസം നിക്കൂല, കാരണം ആരും കഴിക്കൂല. ഇതാണോ വലുത്? ആ ഇതാണ് വലുത്. ഇത്ര ആവുള്ളു. ഇത് ഈ സൈസ് സാധനം കിട്ടണം. ചെറുത് അല്ലേ? അത് കക്കവാരി വൈകുന്നേരം ഒരു ഇറങ്ങുമ്പോ ആളറിയും. നമ്മളെ വടക്കൃഷ്ണനാഥൻ കുട്ടൻ എന്ന് പറഞ്ഞ അമ്മ അമ്പലത്തില് ഒരു ചെള്ളേടാ ചവിട്ടി കൂട്ടിയത്. നമ്മക്കാണ് പണി, നമ്മുടെ ശരീരം പാഴായി പോവും. നാരം കിട്ടിയാലും മെച്ചം. നാരം കിട്ടിയ കാശ് കിട്ടും. എടുക്കണ പണിക്കൊരു കൂലി കിട്ടും അല്ലേ? അതൊരു 1.5 കിലോ കിട്ടിയാ 500-600 കാശ് കിട്ടും. ഒരു ദുരിതം പിടിച്ച പണിയാണ് ജീവിതം. അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ ഏറ്റവും ആദ്യം ഉണ്ടായ ജീവിതത്തിൽ ഏറ്റവും നല്ല മികച്ച പണിയുമായിരുന്നു മീൻപിടുത്തക്കാരിക്ക്. കാലമൊക്കെ പോയില്ല. ഇട്ടോട്ടെ.
ഞങ്ങൾ ഓരോ വിശേഷങ്ങളും പറഞ്ഞാണ് വല വീശല് കാണേ. ഞാൻ ചേട്ടൻ വല വീശിക്കൊണ്ടിരിക്കും വർത്താനം പറഞ്ഞിരിക്കുന്നു. വല നിറയെ നന്തം കയറിയിട്ടുണ്ട്, പിന്നെ മറ്റേ പരള് കയറിയിട്ടുണ്ട്, അതേപോലെ നാരഞ്ഞ മീനുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട്. കേട്ടോ പരൽ ഇഷ്ടംമാതിരി ഉണ്ട്. നന്ദനുണ്ട്, നാരനുണ്ട്. നാരൻ കിടന്ന് ചാടിയാണ് കിടന്ന്. നാരൻ കിട്ടിയാലേ രക്ഷയുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. വല നിറയെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് കുറേയൊക്കെ കൊളത്തി കിടക്കുന്നു. തെള്ളിയുണ്ടല്ലേ? വെള്ളിയുണ്ട്. ഞാൻ ആ വല വീശിയപ്പോൾ കാണാതെ എപ്പോഴാണ് ഉണ്ടാവില്ല നീരാണ്. ഞാൻ ഇന്ന് പോയാൽ പിന്നെയൊക്കെ പാടുന്നുണ്ടൊക്കെ കഴിക്കുമല്ലോ, നമ്മുടെ മെമ്മറിയൊക്കെ പോയി. ഞാൻ മൊത്തം ഡിസ്ക് ഭാഗ്യത്തിന് വന്ന് പണിയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞേൽപ്പിച്ചാ വിട്ടു. ഒരു കപ്പ് വെള്ളം വരെ കൈ കൊണ്ട് എടുക്കരുത് പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് മടക്കാൻ. നാരൻ തിരിഞ്ഞു വീശാൻ പറ്റില്ല, പക്കടിച്ചു വിടും. തിരിഞ്ഞ് കാൽമത്തെ കട്ടകൾ പോയപ്പോ ചെരുപ്പിന്റെ തെന്നും. ഇനി ഞാൻ വീണ ഒരു ദിവസം മുട്ടുകാരൊക്കെ പൊട്ടി കൊണ്ടാറാ തടി. ഇത് ഈ ആൾക്കാർ പല വളച്ചു കൂട്ടാൻ ചവിട്ടി കൂട്ടും. അപ്പൊ അതാണ് ഈ ചള്ള ഇങ്ങനെ കൂടി. അത് നമ്മക്ക് ആണ് പണി, നമ്മളെ വക്കുകാരിയെ കുടിഞ്ഞു. ചെള്ളണ്ടല്ലേ? അത് ഈ ചവിട്ടി കൂട്ടാ. ചേട്ടൻ വല വീശല് തുറന്നു, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അപ്പൊ ഇടക്കിടക്ക് വരാട്ടാ. എന്നാ വല വീശല് കാണാലോ? ആ വീടൊക്കെ അറിയാം. അല്ല വല വീശല് കാണാലോ, മീൻ പിടിക്കണേ കാണാലോ. ശരി എന്നാല് ശരി. അങ്ങനെ ചേട്ടൻ വല വീശല് തുറന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പതുക്കെ അങ്ങോട്ട് നീങ്ങാൻ നിൽക്കുന്നു, കാരണം നല്ല വെയിലായി. ഇവരൊരു തണൽ തീർത്തിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കാൻ പോയിട്ടാ. കണ്ട ഇവിടേക്ക് കണ്ട ചിരട തൊട്ടടുത്ത് തന്നെ മീൻ കൂട്ടങ്ങൾ നിൽക്കണണ്ട. ഇങ്ങനെ തൊട്ടടുത്ത് ഇഷ്ടംമാതിരി മീനുണ്ട്, പക്ഷെ അതിനെ അങ്ങനെ നമുക്ക് വീശി പിടിക്കാൻ പറ്റില്ല. അതിനെ പിടിക്കാൻ ഇവിടെ കുറേ ചൂണ്ടക്കാർ ഉണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒക്കെ നിറച്ച് മീനാണ്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളുടെ ചെറായിപ്പാടത്ത് വന്നാൽ കാണാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മളുടെ ഈ കൊച്ചു നാട്. വല വീശലൊക്കെ കണ്ട് നമ്മ തിരിച്ചു വേണ്ട. നല്ല വെയിലാണ്, ഉച്ചയാണ്, നല്ല ഉച്ചക്കാണ് നമ്മൾ ഈ വല വീശൽ കാണാൻ വന്നത്. തനുവും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിൽക്കണില്ല. ഇവരുടെ ഒരു തണലത്ത് എടുത്തിട്ടാണ് ഞാനതൊക്കെ പോയി കാണാൻ ചെന്നേട്ടാ. അടിപൊളി. തനു ബേബി ഹായ് കൊടുത്തേ. തനുവിനെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയാക്കണം. നിങ്ങൾ തനുവിനെ വീഡിയോയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇന്നത്തെ വല വീശൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചേട്ടനവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടി കണ്ടോ, അതവിടെ അറ്റത്തിരിക്കുകയാണ് നമ്മുടെ വണ്ടി. അപ്പം ഇനി അടുത്ത ദിവസം നമ്മൾ ഇതേപോലെ ചേട്ടൻ്റെയൊക്കെ ആയിട്ട് തന്നെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വേറെ വരും. ചേട്ടനെ ഇവിടെ സ്ഥിരം വല വീശനാണ്. അപ്പോൾ ആ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും.
അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇന്ന് നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് ഓരോ വീഡിയോ എടുക്കാനുള്ള പ്രചോദനം. അപ്പോൾ നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.